നല്ലൊരു പ്രഭാതം ദൈവം നൽകുന്നതിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ദി ബുക്ക് ഓഫ് കൊലോസിയൻസ് ചാപ്റ്റർ 4 വേർഡ്സ് 6. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, വ്യത്യസ്തമായ ഒരു ആലോചനയാണ് ഇന്ന് ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിക്കുന്നത്. നമ്മുടെ സ്ഥിതികൾ, നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ എപ്പോഴും നമുക്ക് പരാധീനതകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടത്തിലോ നടപ്പിലോ ഇരിപ്പിലോ മറ്റുള്ളവർക്ക് വേദനപ്പെടുന്നത് ഒന്നും ഉണ്ടാകരുത്. അത് നമ്മുടെ അനുഗ്രഹത്തിന്, നമ്മുടെ ഉയർച്ചയ്ക്ക്, മുൻപോട്ടുള്ള യാത്രയ്ക്ക് അത് തടസ്സമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുക, ദൈവസന്നിധിയിൽ മടങ്ങി വരിക, ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഇടം കൊടുക്കുക. അത്ഭുതം നിശ്ചയമായി നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടകനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ,